തൊഴിൽ നികുതി ഒഴിവാക്കണമെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ദേശീയ മനുഷ്യാവകാശ സമിതി അമ്പിളി ഭവനിൽ നടത്തിയ അന്താരാഷ്ട്ര തൊഴിലാളി ദിനാചരണ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 8 മണിക്കൂറിലധികം തൊഴിൽ സമയം അനുവദിക്കുന്നതും ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ ബാധിക്കുന്നതുമായ തൊഴിൽ കോഡുകൾ മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടിക്കാനുള്ള അവകാശം, അത് സമരം ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെ തൊഴിലാളികളുടെ അവകാശങ്ങളിൽ പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് എതിരായിട്ടുള്ള, അതിനെ നിരോധിക്കുന്ന തരത്തിലുള്ള തൊഴിൽ കോഡുകൾ, 4 തൊഴിൽ കോഡുകളാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏപ്രിൽ 10 മുതൽ ഇവിടെ നടപ്പാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നോയിഡയിൽ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ നോയിഡയിൽ 300ഓളം ഗാർമെന്റ്സ് തൊഴിലാളി സ്ഥാപനങ്ങളിലെ ഗാർമെന്റ്സ് തൊഴിലാളികൾ 10,000-കണക്കിന് തൊഴിലാളികൾ പണി മുടക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുകയും അനേകം തൊഴിലാളി നേതാക്കളും അതുപോലെ തൊഴിലാളികളും മർദ്ദനങ്ങൾക്ക് ഇടവരുത്തുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്ത സംഭവം നോയിഡയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അവിടെ ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ സമരം, 8 മണിക്കൂർ തൊഴിൽ, അതുപോലെ തന്നെ മിനിമം വേജ്, ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിക്കണം എന്ന് പറഞ്ഞ് 20,000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന മിനിമം വേജ് എന്ന് പറയുന്നത് നോയിഡയിലെ ആളുകൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ അടിച്ചമർത്തി, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അടിച്ചമർത്തി അതിന് വേണ്ടി പട്ടാളവും പോലീസും ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആ സമരം ഇന്ന് ഇന്ത്യയിലൊട്ടാകെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഈ വർഷം നമ്മളുടെ മെയ് ദിനാചരണം. ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ മെയ് ദിനാചരണം എന്ന് പറയുന്നത് ഒരു മെയ് ദിന വിപ്ലവം. ഇന്ന് നേരത്തെ പറഞ്ഞ മെയ് ദിനം തുടങ്ങിയ 1886 നമ്മുടെ ഗോവിന്ദ മാസ് പറഞ്ഞ പോലെയുള്ള ഒരു വിപ്ലവത്തിന് സമയം നമ്മുടെ രാജ്യത്ത് ആയിരിക്കുന്നു. തൊഴിലാളികൾ വളരെയധികം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷത്തിലും തൊഴിലാളിയെ നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൊഴിൽ കോഡുകളും തൊഴിലാളി സംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രഭാഷണം ചെയ്തു. വൻകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ളതാണ് തൊഴിൽ കോഡുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉഷ രാമചന്ദ്രൻ, ഡോക്ടർ AK ശിവദാസൻ, രാജലക്ഷ്മി, അബ്രഹാം കൂള, KH സിദ്ദിഖ്, സാലി തോമസ്, V അനിരുദ്ധൻ, നിഖിൽ VM എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കവി PG പുതുരുത്തി മെയ് ദിന കവിത അവതരിപ്പിച്ചു. കഷ്ടപ്പെട്ട് പണിയാല, കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയാൽ പൊട്ടിപ്പൊളിയിൽ എന്നത് സത്യം. ഭാരം താങ്ങും തൊഴിലാളിക്ക് കാര്യം നേരെ അലിഞ്ഞീരു. ഓരം ചേർന്ന് നടന്നാലൊന്നും നേരെ ചെവ്വയാവില്ല. പണി ചെയ്യാത്ത തൊഴിലാളികളായി, പണി ചെയ്യാതെ മുതലാളിയായി, തിന്നുമുടിക്കാനായി മാത്രം നമ്മൾ ഇവിടെ മാറിപ്പോയി. കേരള നാട്ടിലെ തൊഴിലാളികൾ തൊഴിലുകൾ തേടി പോകുന്നു. ദേവകി ചെമ്പുക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി K നന്ദകുമാർ സ്വാഗതവും ജോൺസൺ കുന്നംപിള്ളി നന്ദിയും പറഞ്ഞു. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9,800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.